ഈ വീഡിയോയിൽ 8086 മൈക്രോപ്രോസസ്സറിലെ മെമ്മറി സെഗ്മെന്റേഷനെ കുറിച്ചാണ് പറയുന്നത്. മെമ്മറി സെഗ്മെന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നോക്കാം. Memory segmentation is a process in which computer's main memory is divided into different segments. അതായത് ഒരു കമ്പ്യൂട്ടറിനെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലുണ്ടാകുന്ന മെയിൻ മെമ്മറീനെ ചെറിയ ചെറിയ പാർട്സ് ആയിട്ട് അല്ലെങ്കിൽ സെഗ്മെന്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ മെമ്മറി സെഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മെമ്മറി സെഗ്മെന്റേഷൻ ഓരോ സെഗ്മെന്റിനും അപ്പോൾ അതിനൊരു ബേസ് അഡ്രസ്സ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് ഉണ്ടായിരിക്കും. അതായത് സെഗ്മെന്റ് എവിടെ തുടങ്ങുന്നു എന്നുള്ള ഒരു സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് ഉണ്ടായിരിക്കും. The processor is able to fetch and execute the data from memory easily and fastly. അതായത് മെമ്മറി സെഗ്മെന്റേഷൻ്റെ ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോസസ്സറിന് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഡാറ്റേനെ പെട്ടെന്ന് ഫെച്ച് ചെയ്യാനും എക്സിക്യൂട്ട് ചെയ്യാനും പറ്റും എന്നുള്ളതാണ് മെമ്മറി സെഗ്മെന്റ് കൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ്. അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടറിൻ്റെ എക്സിക്യൂഷൻ സ്പീഡ് ഇൻക്രീസ് ചെയ്യാനും മെമ്മറി സെഗ്മെന്റേഷൻ വഴി സാധിക്കും. 8086 മൈക്രോപ്രോസസ്സറിലെ മെമ്മറി സെഗ്മെന്റേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. 8086ന് 20 ബിറ്റ് അഡ്രസ് ബസ് ആണുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ 20 ബിറ്റ് അഡ്രസ് ബസ് വെച്ചിട്ട് അതിന് 1 MB ഓഫ് മെമ്മറി സ്പേസിന് അഡ്രസ്സ് ചെയ്യാൻ പറ്റും. അപ്പം 8086ൻ്റെ മെയിൻ മെമ്മറി എന്ന് പറയുന്നത് 1 MB ആയിരിക്കും. ആ ടോട്ടൽ 1 MB കുറേ സെഗ്മെൻറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാകും. ഓരോ സെഗ്മെൻറ്റിൻ്റെ സൈസ് 64 കിലോബൈറ്റ് ആയിരിക്കും. അപ്പം 64 കിലോബൈറ്റ് ഉള്ള കുറേ സെഗ്മെൻറ്റ്സ് ആയിട്ട് ഈ 1 MB മെമ്മറി സ്പേസിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 4 ടൈപ്പ് ഓഫ് സെഗ്മെൻറ്റ്സ് ആണ്, 4 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെഗ്മെൻറ്റ്സ് ആയിട്ടാണ് ഇതിനെ ഡിവൈഡ് ചെയ്യുന്നത്. കോഡ് സെഗ്മെൻറ്റ്, ഡാറ്റ സെഗ്മെൻറ്റ്, സ്റ്റാക്ക് സെഗ്മെൻറ്റ്, എക്സ്ട്രാ സെഗ്മെൻറ്റ് ഇങ്ങനെ. അപ്പോൾ അതിൽ ഓരോ ടൈപ്പിനും ഓരോ പേർപ്പസ് ആണ് ഉണ്ടാവുക. അപ്പോൾ കോഡ് സെഗ്മെൻറ്റ് യൂസ് ചെയ്യുന്നത് പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ കോഡ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോഡ് സെഗ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന പ്രോഗ്രാംസ് അതിൻ്റെ കോഡ്സ് ഒക്കെ സ്റ്റോർ ചെയ്യുന്നത് മെമ്മറീൻ്റെ കോഡ് സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞ പോർഷനിലായിരിക്കും. ഇനി ഡാറ്റ സ്റ്റോർ ചെയ്യാൻ അല്ലെങ്കിൽ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാൻ വേണ്ടി അതായത് പ്രോഗ്രാമിന് റണ്ണിങ്ങിന് ആവശ്യമായിട്ടുള്ള ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് ഡാറ്റ സെഗ്മെൻറ്റിലായിരിക്കും. അടുത്തത് സ്റ്റാക്ക് സെഗ്മെൻ്റ് ആണ്. സെഗ്മെൻറ്റ് ഓഫ് മെമ്മറി വിച്ച് ആക്ട്സ് ആസ് സ്റ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമുക്കറിയാം. സ്റ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇൻ ലാസ്റ്റ് ഔട്ട് മെക്കാനിസത്തിൽ വർക്ക് ചെയ്യുന്ന കോൺസിക്യൂട്ടീവ് മെമ്മറി ലൊക്കേഷൻസിനെയാണ് നമ്മൾ സ്റ്റാക്ക് എന്ന് പറയുന്നത്. അപ്പം 8086ൻ്റെ ഈ സെഗ്മെൻറ്റേഷനിൽ മെമ്മറിയിൽ സ്റ്റാക്കായിട്ട് പ്രവർത്തിക്കുന്ന മെമ്മറി ലൊക്കേഷനെയാണ് നമ്മൾ സ്റ്റാക്ക് സെഗ്മെൻറ്റ് എന്ന് പറയുന്നത്. അടുത്തത് എക്സ്ട്രാ സെഗ്മെൻ്റ് ആണ്. ഒരു എക്സ്റ്റെൻഡഡ് ഡാറ്റ സെഗ്മെൻ്റ് ആണ് ഈ എക്സ്ട്രാ സെഗ്മെൻ്റ് എന്ന് പറയുന്നത്. 8086 ക്യാൻ ഡീൽ വിത്ത് ഓൺലി 4 സെഗ്മെൻറ്റ്സ് അറ്റ് എ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം 4 ടൈപ്പ് ഓഫ് സെഗ്മെൻറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു പറഞ്ഞു. ഒരു സെഗ്മെൻറ്റിൻ്റെ സൈസ് 64 KB ഉള്ളൂ. അപ്പോൾ ഒബ്വിയസ്ലി അവിടെ ഒന്നിൽ കൂടുതൽ കോഡ് സെഗ്മെൻറ്റ്സും ഡാറ്റ സെഗ്മെൻറ്റ്സും സ്റ്റാർ സെഗ്മെൻറ്റും ഒക്കെ ഉണ്ടാവാം. കാരണം 4x64 എന്ന് പറയുന്നത് 1 MB ആവില്ലല്ലോ. അപ്പം 64 കിലോബൈറ്റ്സിൻ്റെ സെഗ്മെൻറ്റ്സ് ആക്കുമ്പോൾ ഒന്നിൽ കൂടുതൽ ഈ സെഗ്മെൻറ്റ്സ് ഒക്കെ വരും. പക്ഷേ 8086ന് അറ്റ് എ ടൈം 4 സെഗ്മെൻറ്റ്സുമായിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡീൽ ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഡയഗ്രത്തിൽ the positioning of 64 segments, 64 kilobyte segments within 1 MB memory എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരു 4 സെഗ്മെൻറ്റ്സിൻ്റെ പൊസിഷനിങ് കാണിച്ചിട്ടുണ്ട്. ഈ 1 MBക്കകത്ത് ഒരു ഡാറ്റ സെഗ്മെൻറ്റ്, ഒരു കോഡ് സെഗ്മെൻറ്റ്, ഒരു സ്റ്റാക്ക് സെഗ്മെൻറ്റ്, ഒരു എക്സ്ട്രാ സെഗ്മെൻറ്റ് അങ്ങനെ കാണിച്ചിട്ടുണ്ട്. അതിൽ ഈച്ച് സെഗ്മെൻറ്റ് ഇസ് ഇൻഡിപെൻഡൻറ്റ് ആൻഡ് സെപ്പറേറ്റ്ലി അഡ്രസ്സബിൾ യൂണിറ്റ്. അത് ഓരോ സെഗ്മെൻറ്റും ഇൻഡിപെൻഡൻ്റ് ആണ്, ഒന്നിൻ്റെ വർക്കിങ്ങിനെ എന്ത് ചെയ്യുന്നില്ല, ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഓരോന്നിനെയും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്യാം, അഡ്രസ്സ് ചെയ്യാൻ പറ്റും. ദർ ഇസ് നോ റെസ്ട്രിക്ഷൻ ഓൺ ദി ലൊക്കേഷൻസ് ഓഫ് ദീസ് സെഗ്മെൻറ്റ്സ് ഇൻ ദി മെമ്മറി. അതായത് ഇപ്പം ഈ മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെഗ്മെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കോൺസിക്യൂട്ടീവ് ആയിക്കൊള്ളണം എന്നില്ല. ഈ ഒന്ന് കഴിഞ്ഞ് അഡ്ജസൻ്റ് ആയിട്ട് തന്നെ അടുത്ത സെഗ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണമെന്നില്ല. മൊത്തം 1 MB സ്പേസിൽ അറ്റ് എ ടൈം ആക്റ്റീവ് ആവുന്ന 4 സെഗ്മെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയും നമുക്ക് എന്ത് ചെയ്യാം, സെഗ്മെൻറ്റിനെ സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ അതിനൊരു കണ്ടീഷൻ ഉള്ളത്, ഈ സെഗ്മെൻറ്റിൻ്റെ ബേസ് അഡ്രസ്സ് എന്ന് പറയുന്നത് ഇതേപോലെ ഡിവിസിബിൾ ബൈ 16 ആയിരിക്കണം. അതായത് ഹെക്സാഡെസിമൽ നമ്പർ ആയിരിക്കണം. അതായത് ഇപ്പോൾ 20,000 എന്നാണ് കാണിച്ചിട്ടുള്ളത്. ഇപ്പം 20,000, 30,000, 50,000 അങ്ങനെയുള്ള ലൊക്കേഷൻസിലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ,
സെഗ്മെൻറ്റ് തുടങ്ങാൻ പറ്റില്ല. ആ ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഇത് വൺ ആഫ്റ്റർ ദി അതർ തന്നെ വരണമെന്നോ അഡ്ജസൻ്റ് ആയിട്ട് വരണമെന്നോ യാതൊരു റെസ്ട്രിക്ഷനും ഇല്ല. സെഗ്മെൻറ്റ്സ് ക്യാൻ ബി സെപ്പറേറ്റ് ഫ്രം ഈച്ച് അതർ ഓർ ദേ ക്യാൻ ഓവർലാപ്പ്. ഇനി ചില കേസസിൽ ഒരു സെഗ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുമ്പ് തന്നെ എൻഡ് ചെയ്യുന്നതിൻ്റെ മുമ്പ് തന്നെ അടുത്ത സെഗ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിനാണ് നമ്മൾ ഓവർലാപ്പിംഗ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ സെഗ്മെൻറ്റ്സിന് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടും നിൽക്കാൻ പറ്റും, അല്ലെങ്കിൽ ഓവർലാപ്ഡ് ആയിട്ടും സെഗ്മെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഡയഗ്രത്തിൽ ഒരു 8086 മെമ്മറി സെഗ്മെൻറ്റേഷൻ ഒരു എക്സാമ്പിളാണ് കാണിച്ചിട്ടുള്ളത്. ഇതിലിപ്പോൾ ഡാറ്റ സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെയാണ് എൻഡ് ചെയ്യുന്നത്. മൊത്തം 64 കിലോബൈറ്റ് സൈസ് ഉണ്ടായിരിക്കും. അതേപോലെ കോഡ് സെഗ്മെൻറ്റ് ഇവിടെ 3000Hലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എൻഡ് ചെയ്യുന്നത് ഇവിടെയാണ്. അപ്പം 4 സെഗ്മെൻറ്റ്സ് മൊത്തം കാണിച്ചിട്ടുണ്ട്. ഇതിനെയാണ്, ഈ സ്റ്റാർട്ടിംഗ് അഡ്രസ്സിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, ബേസ് അഡ്രസ് ഓഫ് ദി സെഗ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി ഒരു സെഗ്മെൻറ്റിനെ പറയുന്ന സമയത്ത് അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ടേംസ് ആണ് ഒരു സെഗ്മെൻറ്റ് അഡ്രസ്സ് ആൻഡ് ഓഫ്സെറ്റ് അഡ്രസ്സ്. ഇനി ഇതിപ്പോൾ ഇതിലൊരു സെഗ്മെൻറ്റ് കാണിച്ചിട്ടുണ്ട്. അപ്പം ഇത്രയാണ് ഒരു സെഗ്മെൻറ്റ്, 64 കിലോബൈറ്റ്, അതായത് കുറേ സെഗ്മെൻറ്റ്സ് ഉള്ളതിൽ നിന്ന് ഒരു സെഗ്മെൻറ്റ് എക്സാമ്പിളായിട്ട് കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ 64 കിലോബൈറ്റ് ഓഫ് ഡാറ്റ കോരുന്നത്. അപ്പം ഇത് മുതൽ ഇതുവരെയാണ് മെമ്മറീൻ്റെ ഒരു സെഗ്മെൻറ്റ്. അപ്പോൾ അതിൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത് 8000H മുതൽ 8FFFH വരെയാണ് എന്ത് പറയുന്നത്, അഡ്രസ്സ് വരുന്നത്. അത്രയും ലൊക്കേഷൻസ് ആണ് ഒരു സെഗ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഈ സ്റ്റാർട്ടിംഗ് അഡ്രസ്സ്, അതായത് സെഗ്മെൻറ്റ് എവിടെ തുടങ്ങുന്നു എന്നുള്ള സ്റ്റാർട്ടിംഗ് അഡ്രസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബേസ് അഡ്രസ്സ് പറയുന്നത്. അതായത് സെഗ്മെൻറ്റ് അഡ്രസ് ബിഗിനിങ് ഓഫ് എനി 64 കിലോബൈറ്റ് മെമ്മറി സെഗ്മെൻറ്റ്, ഇതിനാണ് സെഗ്മെൻറ്റ് അഡ്രസ്സ് അല്ലെങ്കിൽ ബേസ് അഡ്രസ്സ് എന്നൊക്കെ പറയുന്നത്. ഇനി ഇതിനെ നമ്മൾ എൻഡ് ഓഫ് സെഗ്മെൻറ്റ് എന്ന് പറയും. ഇനി വേറൊരു ഇമ്പോർട്ടൻറ്റ് ടേമാണ് ഓഫ്സെറ്റ് അഡ്രസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓഫ്സെറ്റ് അഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഇവിടെ ഒരു നമ്മൾ 80,000Hൽ തുടങ്ങുന്ന സെഗ്മെൻറ്റ് ഇവിടെ അവസാനിക്കുന്നു എന്ന് പറഞ്ഞു. അതിനിടെ നമുക്ക് ആക്സസ് ചെയ്യേണ്ട ഒരു പെർട്ടിക്കുലർ ഡാറ്റ ഉള്ള അഡ്രസ്സ് ഇപ്പം 84562H എന്ന് പറയുന്ന ലൊക്കേഷനിലാണ് ആ ഡാറ്റ ഉള്ളത് വിചാരിക്കുക. അപ്പോൾ ആ ഡാറ്റേനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി നമുക്ക് 2 അഡ്രസ്സുകൾ ആവശ്യമാണ്. ഒന്നാമത് ഏത് സെഗ്മെൻ്റ് ആണ്, ആ സെഗ്മെൻറ്റ് എവിടെ തുടങ്ങുന്നു, ആ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും എത്ര ഡിഫറൻസിലാണ് ഈ പെർട്ടിക്കുലർ മെമ്മറി ലൊക്കേഷൻ ഉള്ളതെന്ന്. അപ്പോൾ അതായത് ഈ മെമ്മറി ലൊക്കേഷൻ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 2 അഡ്രസ്സുകൾ നമുക്ക് ആവശ്യമാണ്. ഒന്ന് സെഗ്മെൻറ്റ് അഡ്രസ്സ് വേണം, ഒന്ന് ഓഫ്സെറ്റ് അഡ്രസ്സ് വേണം. അതായത് സെഗ്മെൻറ്റ് അഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെഗ്മെൻറ്റ് എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ബേസ് അഡ്രസ്സ്. അപ്പോൾ ഈ പെർട്ടിക്കുലർ കേസിൽ ഇതാണ് ബേസ് അഡ്രസ്സ് എന്ന് പറയുന്നത്. ഇനി അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന മെമ്മറി ലൊക്കേഷനിലേക്ക് ബേസ് അഡ്രസ്സിൽ നിന്നും എത്ര ഡിസ്റ്റൻസ് ഉണ്ട്, അതായത് ഇവിടെ ഇപ്പം 4562 ഹെക്സാഡെസിമൽ നമ്പറാണ്, 4562 അത്രയും ഗ്യാപ്പാണ് ബേസ് അഡ്രസ്സും നമ്മുടെ ഈ പെർട്ടിക്കുലർ മെമ്മറി ലൊക്കേഷൻ നമ്മൾ. അപ്പോൾ ഈ ഒരു ഗ്യാപ്പിന്, അതായത് ഡിസ്റ്റൻസ് ഓഫ് ദി മെമ്മറി ലൊക്കേഷൻ ഫ്രം ബേസ് അഡ്രസ്, അതായത് ആ ഒരു ഡിഫറൻസിനെയാണ് നമ്മൾ ഓഫ്സെറ്റ് അഡ്രസ് എന്ന് പറയുന്നത്. ദ അഡ്രസ് ഓഫ് എനി ലൊക്കേഷൻ വിത്തിൻ 64 മെമ്മറി സെഗ്മെൻറ്റ്. ബേസ് അഡ്രസ്സിനെ നമ്മൾ സെഗ്മെൻറ്റ് അഡ്രസ്സ് എന്ന് പറയും. ഉള്ളിലുള്ള ഏത് അഡ്രസ്സ് ആണെങ്കിലും അതിനെന്ത് പറയും, ഓഫ്സെറ്റ് അഡ്രസ്സ് എന്ന് പറയും. ഒരു പെർട്ടിക്കുലർ മെമ്മറി ലൊക്കേഷൻ ആണെങ്കിൽ അതിന് ബേസ് അഡ്രസ്സിൽ നിന്നും എത്ര ഡിസ്റ്റൻസിലാണ് ആ പെർട്ടിക്കുലർ മെമ്മറി ലൊക്കേഷൻ ഉള്ളത്, ആ അഡ്രസ്സിനെയാണ് എന്ത് പറയുന്നത്, ഓഫ്സെറ്റ് അഡ്രസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ മെയിൻ അഡ്രസ്സ് അല്ലെങ്കിൽ ഫിസിക്കൽ അഡ്രസ്സ് കാൽക്കുലേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ, അപ്പോൾ കോമ്പിനേഷൻ ഓഫ് സെഗ്മെൻറ്റ് അഡ്രസ്സ് ആൻഡ് ഓഫ്സെറ്റ് അഡ്രസ്സ് ആക്സസ് എ മെമ്മറി ലൊക്കേഷൻ. അപ്പം ഈ സെഗ്മെൻറ്റ് അഡ്രസ്സും ഈ ഓഫ്സെറ്റ് അഡ്രസ്സും കൂടിയുള്ള ഒരു കോമ്പിനേഷൻ, അതായത് സെഗ്മെൻറ്റ് അഡ്രസ് പ്ലസ് ഓഫ്സെറ്റ് അഡ്രസ്സ് കൂട്ടുമ്പോഴാണ് നമുക്ക് ഒരു പെർട്ടിക്കുലർ മെമ്മറി ലൊക്കേഷൻ്റെ അഡ്രസ്സ് കിട്ടുന്നത്. അപ്പോൾ ആ അഡ്രസ് കാൽക്കുലേഷനൊക്കെ മൈക്രോ പ്രോസസ്സറാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ഇൻഫർമേഷൻ ആവശ്യം ഉണ്ടാവും. ഒന്ന് സെഗ്മെൻറ്റിൻ്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് അറിയണം, രണ്ടാമത്തത് ഓഫ്സെറ്റ് അഡ്രസ്സ് അറിയണം. ഇനി അത് മെമ്മറിയിൽ ഓരോന്നിനും സ്റ്റോർ ചെയ്യാൻ ഒരു ഡെഡിക്കേറ്റഡ് ലൊക്കേഷൻ ഉണ്ടായിരിക്കും. ഇപ്പോൾ സെഗ്മെൻറ്റ് അഡ്രസ്സ് സ്റ്റോർ ചെയ്യാൻ അതിൻ്റേതായിട്ടുള്ള സ്ഥലമുണ്ട്, ഓരോ സെഗ്മെൻറ്റിനും ഉണ്ട്. അതേപോലെ ഓഫ്സെറ്റ് അഡ്രസ്സ് സ്റ്റോർ ചെയ്യാനും അതിൻ്റേതായിട്ടുള്ള ഡെഡിക്കേറ്റഡ് രജിസ്റ്റേഴ്സ് ഉണ്ട്. അപ്പം ഇത് സ്റ്റോർ ചെയ്യുന്നത്, ഇപ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് ബേസ് അഡ്രസ്സ് സ്റ്റോർ ചെയ്യുന്നത് മൊത്തം 20 ബിറ്റ്സ് ആണുള്ളത്. ആ 20 ബിറ്റ്സ് സ്റ്റോർ ചെയ്യാൻ പറ്റൂല 8086ൽ. കാരണം 8086ൽ എല്ലാ രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് 16 ബിറ്റാണ്. അതുകൊണ്ട് ഇതിൻ്റെ അപ്പർ 16 ബിറ്റ്സ് ഓഫ് ബേസ് അഡ്രസ്സ് എവിടെ സ്റ്റോർ ചെയ്യും, സെഗ്മെൻറ്റ് രജിസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ രജിസ്റ്റേഴ്സ് ഉണ്ട് 8086 മൈക്രോ പ്രോസസ്സറിനകത്ത്. അവിടെയാണ് എന്ത് സ്റ്റോർ ചെയ്യുക, ഈ സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് സ്റ്റോർ ചെയ്യുക. അപ്പം അതെന്താ നമുക്ക് നോക്കാം. ഇതിൽ സ്റ്റോറേജ് ഓഫ്
സെഗ്മെൻറ്റ് അഡ്രസ്സ് ആൻഡ് ഓഫ്സെറ്റ് അഡ്രസ്സ് ആണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നേരത്തെ കണ്ട അതേ ഡയഗ്രം ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഇവിടെ ഓരോ സെഗ്മെൻറ്റിൻ്റെയും സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഡാറ്റ സെഗ്മെൻറ്റിൻ്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് ഇതാണ്, അതേപോലെ കോഡ് സെഗ്മെൻറ്റ് ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഈ ഓരോ സെഗ്മെൻറ്റിൻ്റെയും സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് അല്ലെങ്കിൽ ബേസ് അഡ്രസ്സ് എന്ന് പറയുന്നത് 20 ബിറ്റ് സൈസ് ഉള്ളതായിരിക്കും. കാരണം 8086ൻ്റെ അഡ്രസ് ബസ് 20 ബിറ്റ് സൈസാണ്. അപ്പോൾ മൊത്തം 1 MB എന്ന് പറയുമ്പോൾ 20 ബിറ്റ് കോമ്പിനേഷൻ യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് 0000 20 സീറോസ് തൊട്ടിട്ട് 20 വൺസ് വരെ വരുന്ന സമയത്ത് നമുക്ക് 1 MB സ്പേസ് വരുന്നത്. അപ്പം ഹെക്സാഡെസിമലിൽ എഴുതുമ്പം ഇങ്ങനെയാണ് വരിക. ഇത് 20 ബൈനറി ആയിട്ട് എഴുതുമ്പോൾ 20 ബിറ്റ് സൈസ് ഉണ്ടായിരിക്കും. പക്ഷേ ഒരു പ്രോബ്ലം ഉള്ളത് 8086 മൈക്രോ പ്രോസസ്സറിൽ എല്ലാ രജിസ്റ്റേഴ്സും 16 ബിറ്റ് സൈസേ ഉള്ളൂ. അപ്പോൾ നമുക്കൊരു 20 ബിറ്റ് അഡ്രസ്സ് സ്റ്റോർ ചെയ്യാൻ സച്ച് 20 ബിറ്റ് അഡ്രസ്സ് സ്റ്റോർ ചെയ്യാൻ പറ്റൂല 8086ൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് ഇപ്പോൾ ഓരോ സെഗ്മെൻറ്റിനും ഇതേപോലെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് ഉണ്ട്. അങ്ങനെ സെഗ്മെൻറ്റിൻ്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സെഗ്മെൻറ്റ് അഡ്രസ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് മൈക്രോ പ്രോസസ്സറിനകത്ത് 4 രജിസ്റ്റേഴ്സ് ഉണ്ട്. ആ രജിസ്റ്റേഴ്സിൻ്റെ പേരാണ് ES രജിസ്റ്റർ, CS രജിസ്റ്റർ, SS രജിസ്റ്റർ, DS രജിസ്റ്റർ. അപ്പോൾ ആ സെഗ്മെൻറ്റിൻ്റെ പേരുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് തന്നെയാണ് ES രജിസ്റ്റർ എന്ന് പറയുമ്പോൾ എക്സ്ട്രാ സെഗ്മെൻറ്റ് രജിസ്റ്റർ, അതും ബാക്കി അതേപോലെ കോഡ് സെഗ്മെൻറ്റ് രജിസ്റ്റർ, സ്റ്റാക്ക് സെഗ്മെൻറ്റ് രജിസ്റ്റർ, അങ്ങനെ പോകും. അപ്പം ഇവരുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെമ്മറിയിൽ കറസ്പോണ്ടിങ് സെഗ്മെൻറ്റിൻ്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സിൻ്റെ അപ്പർ 16 ബിറ്റ് സ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അപ്പർ 16 ബിറ്റ് എന്ന് പറയുന്ന സമയത്ത് ഇപ്പോൾ ഇവിടെ 2000H എന്ന് പറയുന്നതിൻ്റെ മൊത്തം 20 ബിറ്റ്, അപ്പർ 16 ബിറ്റ് എന്ന് പറയുമ്പോൾ ഇത്രയായിരിക്കും വരിക, 2000H എന്ന് പറയും. അപ്പം അതൊരു 16 ബിറ്റ് വാല്യൂ ആണ്. ആ വാല്യൂ ഇപ്പം ഇത് ഡാറ്റ സെഗ്മെൻറ്റിൻ്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സാണ് ഇത്. അതിൻ്റെ അപ്പർ 16 ബിറ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ എവിടെയാണ് സ്റ്റോർ ചെയ്യുക, ഇവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്. ഉണ്ടോ, ഡാറ്റ സെഗ്മെൻറ്റ് രജിസ്റ്ററിൽ 2000 അത് ഹെക്സാഡെസിമൽ വാല്യൂ ആണ് വരുന്നത്, അവിടെ സ്റ്റോർ ചെയ്യും. അതേപോലെ തന്നെ ഓരോ സെഗ്മെൻറ്റിൻ്റെ ഇപ്പോൾ കോഡ് സെഗ്മെൻറ്റിൻ്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് കോഡ് സെഗ്മെൻറ്റ് രജിസ്റ്ററിലാണ് സ്റ്റോർ ചെയ്യുക. സ്റ്റാക്ക് സെഗ്മെൻറ്റിൻ്റെത് SS രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അതേപോലെ എക്സ്ട്രാ സെഗ്മെൻറ്റിൻ്റെത് ES രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സംഭവം ഈ സെഗ്മെൻറ്റ് രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് 8086 മൈക്രോ പ്രോസസ്സറിന് അകത്താണ് ഉണ്ടാവുക. ആർക്കിടെക്ചർ പഠിക്കുമ്പോൾ നമുക്കത് കൃത്യമായിട്ട് കാണാൻ പറ്റും. മൈക്രോ പ്രോസസ്സറിന് അകത്താണ് സെഗ്മെൻറ്റ് രജിസ്റ്റേഴ്സ് ഉണ്ടാവുക. അപ്പം ഇത് സ്റ്റാർട്ടിംഗ് അഡ്രസ്സിൻ്റെ കാര്യം പറഞ്ഞു. അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ ഈ 20 ബിറ്റിൽ ലാസ്റ്റ് ലോവർ 4 ബിറ്റ്സ് അങ്ങ് ഒഴിവാക്കിയാലും വാല്യൂവിന് പ്രശ്നം വരാത്ത രീതിയിൽ വേണം സെഗ്മെൻറ്റ് ബേസ് അഡ്രസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ നമ്മൾ നേരത്തെ പറഞ്ഞത്. അതായത് ഇപ്പം ഇതിൽ നമ്മൾ 4 സീറോസ് ആണ് ലാസ്റ്റ് വരിക, അതങ്ങ് ഒഴിവാക്കിയാലും നമുക്ക് പിന്നീട് അത് അഡീഷൻ പ്രോസസ്സിൽ 0 ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇതേപോലെയുള്ള വാല്യൂസേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സ്റ്റാർട്ടിംഗ് അഡ്രസ്സായിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെയുള്ള 0 ലാസ്റ്റ് വരുന്ന രീതിയിലുള്ള അഡ്രസ് ലൊക്കേഷനെ നമുക്ക് ഒരു സെഗ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുള്ള ആകെ സെഗ്മെൻറ്റ് എവിടെ തുടങ്ങണം എന്നുള്ളതിലുള്ളൊരു റെസ്ട്രിക്ഷൻ. അപ്പം ബേസ് അഡ്രസ്സ് ഈ രജിസ്റ്റേഴ്സിൽ സ്റ്റോർ ചെയ്യും. ഇനി ഇതിൽ നമുക്കൊരു സെഗ്മെൻറ്റിൻ്റെ ഓഫ്സെറ്റ് അഡ്രസ്സ് സ്റ്റോർ ചെയ്യണം. കാരണം ഇപ്പം ഈ ഡാറ്റ സെഗ്മെൻറ്റിൽ ഇവിടെ എവിടെയെങ്കിലും ആണ് നമുക്കൊരു പെർട്ടിക്കുലർ ഡാറ്റ ഉള്ളത്, അതിനെ ആക്സസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തറിയണം, ഈ ബേസ് അഡ്രസ്സ് അറിയണം. ബേസ് അഡ്രസ്സ് പ്ലസ് ഇവിടുന്ന് എത്ര ദൂരത്തിലാണ് ആ പെർട്ടിക്കുലർ മെമ്മറി ലൊക്കേഷൻ എന്നറിയണം. അപ്പോൾ ആ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഓഫ്സെറ്റ് അഡ്രസ്സ് എന്ന് പറയുന്നത്. അപ്പം അത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് വേറെയും കുറച്ച് രജിസ്റ്റേഴ്സ് 8086ലുണ്ട്, അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പം കോഡ് സെഗ്മെൻ്റ് ആണെങ്കിൽ അത് ഇൻസ്ട്രക്ഷൻ പോയിൻ്റർ എന്ന് പറയുന്ന രജിസ്റ്ററിലാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ രജിസ്റ്റേഴ്സും അതിൻ്റെ ഫങ്ഷൻസും കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ഇവിടെ കോഡ് സെഗ്മെൻറ്റിൻ്റെ ഓഫ്സെറ്റ് അഡ്രസ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് IP അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ പോയിൻ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 16 ബിറ്റ് രജിസ്റ്ററാണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ ഡാറ്റ സെഗ്മെൻറ്റിൻ്റെത് SI രജിസ്റ്റർ, സോഴ്സ് ഇൻഡെക്സ് രജിസ്റ്റർ എന്ന് പറയും. അതിൽ ചിലപ്പോൾ അതിൽ DIയും യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ വരുന്നുണ്ട്. ഇപ്പം ഡാറ്റ സെഗ്മെൻറ്റിൻ്റെ ബൈ ഡിഫോൾട്ട് ഓഫ്സെറ്റ് അഡ്രസ്സ് സ്റ്റോർ ചെയ്യുന്നത് SI രജിസ്റ്ററിലാണ്. എക്സ്ട്രാ സെഗ്മെൻ്റ് ആണെങ്കിൽ ഡെസ്റ്റിനേഷൻ ഇൻഡെക്സ് രജിസ്റ്റർ എന്ന് പറയും. ഇനി സ്റ്റാക്ക് സെഗ്മെൻ്റ് ആണെങ്കിൽ 2 രജിസ്റ്റേഴ്സ് ഉണ്ട്, സ്റ്റാക്ക് പോയിൻ്റർ, ബേസ് പോയിൻ്റർ എന്ന് പറഞ്ഞ 2 രജിസ്റ്റേഴ്സിൽ ഏതെങ്കിലും ഒന്നിലായിരിക്കും എന്തുണ്ടാവുക, സ്റ്റാക്ക് സെഗ്മെൻറ്റിൻ്റെ ഓഫ്സെറ്റ് അഡ്രസ്സ് ഉണ്ടാകുന്നത്. ഇനി ഒരു പെർട്ടിക്കുലർ മെമ്മറി ലൊക്കേഷൻ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണ് 8086ൽ അഡ്രസ്സ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പം അഡ്രസ് കാൽക്കുലേഷൻ്റെ ഒരു ഡയഗ്രാമാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം 8086ൻ്റെ മെമ്മറിയിൽ ഒരു ലൊക്കേഷൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത്, ഫിസിക്കൽ അഡ്രസ്സ് എന്ന് പറയുന്നത് 20 ബിറ്റ് സൈസ് ഉള്ളതായിരിക്കും. അപ്പോൾ അത് കിട്ടണമെങ്കിൽ നമുക്ക് 2
വാല്യൂ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. ഒന്ന് സെഗ്മെൻറ്റ് രജിസ്റ്റർ അറിഞ്ഞിരിക്കണം. സെഗ്മെൻറ്റ് രജിസ്റ്റർ എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നതെന്ന്, സെഗ്മെൻറ്റ് എവിടെയാണ് തുടങ്ങുന്നതെന്ന് അറിയണം. അതേപോലെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സിൽ നിന്നും എത്ര ഡിസ്റ്റൻസിലാണ് നമ്മുടെ പെർട്ടിക്കുലർ മെമ്മറി ലൊക്കേഷൻ ഉള്ളതെന്ന് അറിയണം. അപ്പോൾ അതിനെ നമ്മൾ ഓഫ്സെറ്റ് വാല്യൂ എന്നും സെഗ്മെൻറ്റിൻ്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സിനെ നമ്മൾ ബേസ് അഡ്രസ്സ് അല്ലെങ്കിൽ സെഗ്മെൻറ്റ് അഡ്രസ്സ് എന്നുമാണ് പറഞ്ഞിരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതാണത്. അപ്പം ഇതിൽ ഈ സെഗ്മെൻറ്റിൻ്റെ ബേസ് അഡ്രസ്സ് സ്റ്റോർ ചെയ്യുന്നത് സെഗ്മെൻറ്റ് രജിസ്റ്ററിലാണ് നമ്മൾ പറഞ്ഞു. അതേപോലെ ഓഫ്സെറ്റ് അഡ്രസ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി അതിന് ഡെഡിക്കേറ്റഡ് രജിസ്റ്റേഴ്സ് വേറെയുണ്ട്. അപ്പം ഇത് രണ്ടും കൂടി, രണ്ട് വാല്യൂൻ്റെയും കൂടെ ഒരു കോമ്പിനേഷൻ അല്ലെങ്കിൽ ഒരു പ്ലസ് ആണ് നമ്മുടെ ഫിസിക്കൽ അഡ്രസ്സ് എന്ന് പറയുന്നത്. പക്ഷേ ഫിസിക്കൽ അഡ്രസ്സ് 20 ബിറ്റാണ്. നമ്മുടെ ഈ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന രണ്ട് അഡ്രസ്സും, സെഗ്മെൻറ്റ് അഡ്രസ്സും അതേപോലെ ഓഫ്സെറ്റ് അഡ്രസ്സും എത്രയേ ഉണ്ടാവുള്ളൂ? 16 ബിറ്റേ ഉണ്ടാവുള്ളൂ. കാരണം സെഗ്മെൻറ്റ് രജിസ്റ്ററിൻ്റെ സൈസ് 16 ബിറ്റ് ആയിരുന്നു. അപ്പം നമ്മൾ 20 ബിറ്റുള്ള സ്റ്റാർട്ടിംഗ് അഡ്രസ്സിന് ഈ 16 ബിറ്റുള്ള സെഗ്മെൻറ്റ് രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ നമ്മൾ ചെയ്തത് അറ്റത്തുള്ള 4 സീറോസ് ഒഴിവാക്കുക ചെയ്തത്. അതായത് അപ്പർ 16 ബിറ്റ് മാത്രം സെഗ്മെൻറ്റ് രജിസ്റ്ററിൽ എന്ത് ചെയ്തു? സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു മെമ്മറി ലൊക്കേഷൻ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് അഡ്രസ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കത് ഇതിൻ്റെ അഡ്രസ്സ് 20 ബിറ്റിലാണ് പറയുക മെമ്മറി ലൊക്കേഷൻ. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഫൈനൽ അഡ്രസ്സ് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുമ്പോൾ അത് എത്ര വേണം? 20 ബിറ്റ് സൈസ് വേണം. അപ്പോൾ അതിന് വേണ്ടി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം സെഗ്മെൻറ്റ് രജിസ്റ്ററിൽ അതിൻ്റെ ബേസ് അഡ്രസ്സിന് അപ്പർ 16 ബിറ്റ് ഉണ്ടാവും. അപ്പം എപ്പോഴും ബേസ് അഡ്രസ്സിൻ്റെ ലാസ്റ്റ് 4 ബിറ്റ്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഒഴിവാക്കിയിട്ട് അപ്പർ 16 ബിറ്റ് മാത്രം സ്റ്റോർ ചെയ്ത് വെച്ചത്. അപ്പം അങ്ങനെയുള്ള അഡ്രസ്സിലെ നമുക്ക് ലാസ്റ്റ് 4 ബിറ്റ്സ് 0 വരുന്ന അഡ്രസ്സിലെ നമുക്ക് സെഗ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം പിന്നീട് അത് അവിടെ നിന്ന് എടുത്തിട്ട് ഒരു ഫിസിക്കൽ അഡ്രസ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെഗ്മെൻറ്റ് രജിസ്റ്ററിൽ ഇപ്പം കോഡ് സെഗ്മെൻ്റ് ആണെങ്കിൽ അതിൻ്റെ ബേസ് അഡ്രസ്സ് കോഡ് സെഗ്മെൻറ്റ് രജിസ്റ്ററിൽ ഉണ്ടായിരിക്കും. അവിടെ നിന്ന് അത് എടുത്തിട്ട് അതിനെ എന്ത് ചെയ്യും? ഷിഫ്റ്റ് ചെയ്യും. 4 ടൈംസ് ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. അപ്പം നമുക്കറിയാം ഷിഫ്റ്റിംഗ് ഓപ്പറേഷൻ വരുമ്പോൾ ഒരു ബിറ്റ് ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ പകരം മറ്റൊരു 0 ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം 4 ബിറ്റ് ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ 4 സീറോസ് അറ്റത്ത് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം 4 സീറോസ് അറ്റത്ത് ആഡ് ചെയ്യുമ്പോൾ 16 ബിറ്റ് അഡ്രസ്സ് എന്തായി മാറും? ഒരു 20 ബിറ്റ് അഡ്രസ്സായി മാറും. എന്നിട്ട് അങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് കിട്ടുന്ന 20 ബിറ്റ് ബേസ് അഡ്രസ്സും ഓഫ്സെറ്റ് രജിസ്റ്റേഴ്സിൽ ഉണ്ടാകുന്ന ഓഫ്സെറ്റ് അഡ്രസ്സ് ആയിട്ടുള്ള 16 ബിറ്റ് വാല്യൂയും തമ്മിൽ ആഡ് ചെയ്യും. ആഡ് ചെയ്യുമ്പം ഒരു 20 ബിറ്റ് എന്ത് കിട്ടും? ഫിസിക്കൽ അഡ്രസ്സ് കിട്ടും. അപ്പോൾ ആ അഡ്രസ് ബസ് വഴി മെമ്മറിയിലേക്ക് പാസ് ചെയ്യുമ്പോൾ മെമ്മറി ആ അഡ്രസ്സ് നോക്കിയിട്ട് കറക്റ്റ് ലൊക്കേഷൻ എന്ത് ചെയ്യും? ലൊക്കേറ്റ് ചെയ്യും. ഇങ്ങനെയാണ് അഡ്രസ് കാൽക്കുലേഷൻ നടക്കുന്നത്. ഒരു എക്സാമ്പിൾ വെച്ച് നമുക്ക് നോക്കാം. ഇപ്പോൾ ഈ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഈ എക്സാമ്പിളിൽ ഒരു സെഗ്മെൻറ്റ് അഡ്രസ്സ് തന്നിട്ടുണ്ട്. അതായത് ബേസ് അഡ്രസ്സ് 1005 ഹെക്സാഡെസിമൽ നമ്പറാണ്. അതേപോലെ ഓഫ്സെറ്റ് അഡ്രസ്സ് 5555 എന്ന് തന്നിട്ടുണ്ട്. അപ്പം ഇത് 16 ബിറ്റ് വാല്യൂ ആണ്, ഇതും ഒരു 16 ബിറ്റ് വാല്യൂ ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു 20 ബിറ്റ് ഫിസിക്കൽ അഡ്രസ്സ് എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം സെഗ്മെൻറ്റ് അഡ്രസ്സ് ഹെക്സാഡെസിമൽ ഉള്ളത് ബൈനറിയിലേക്ക് മാറ്റി എഴുതി. അപ്പോൾ ബൈനറിയിലേക്ക് മാറ്റി എഴുതുമ്പോൾ ഓരോ ബിറ്റിനെയും 4 ബിറ്റ്, ഓരോ ഡിജിറ്റിനെയും 4 ബിറ്റ് കോമ്പിനേഷനായിട്ട് എഴുതുമ്പോൾ നമുക്ക് ഇങ്ങനെ വരും. മൊത്തം 16 ബിറ്റ് ഉണ്ടായിരിക്കും. അതിന് നമ്മൾ നേരത്തെ പറഞ്ഞ കാൽക്കുലേഷൻ അനുസരിച്ച് 16 ബിറ്റുള്ള സെഗ്മെൻറ്റ് അഡ്രസ്സിനെ 4 ടൈംസ് ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ 4 ടൈംസ് ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഓരോ ബിറ്റും, ഇപ്പം ഒരു പ്രാവശ്യം ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഒരു 0 ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിന് 4 പ്രാവശ്യം ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്തപ്പം LSBയിൽ 4 സീറോസ് അഡീഷൻ വന്നു. അപ്പോൾ അത് മൊത്തം എത്ര ബിറ്റായി? 20 ബിറ്റായി. ഈ 20 ബിറ്റിൻ്റെ കൂടെ എന്ത് ചെയ്യണം? ഓഫ്സെറ്റ് അഡ്രസ്സ്, അല്ലെങ്കിൽ ഓഫ്സെറ്റ് അഡ്രസ്സിന് വേറൊരു പേരാണ് എഫക്റ്റീവ് അഡ്രസ്സ് എന്ന് പറയുന്നത്. അത് എന്ത് ചെയ്ത് കൊടുക്കുക? ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു 20 ബിറ്റ് വാല്യൂവിൻ്റെ കൂടെ ഈ 16 ബിറ്റ് വാല്യൂവും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ ഒരു 20 ബിറ്റ് വാല്യൂ കിട്ടി. അതായത് 155A5 ഒരു ഹെക്സാഡെസിമൽ നമ്പറാണ്. ഇതേപോലുള്ളൊരു 20 ബിറ്റ് അഡ്രസ്സ് കിട്ടും. ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന അപ്പോൾ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ മെമ്മറി ലൊക്കേഷൻ്റെ ഫിസിക്കൽ അഡ്രസ്സ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെയുള്ള ഒരു ഡാറ്റ ആക്സസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും? മൈക്രോ പ്രോസസ്സർ അഡ്രസ് ബസ് വഴി ഈ ഒരു പെർട്ടിക്കുലർ അഡ്രസ്സ് മെമ്മറിയിലേക്ക് പാസ് ചെയ്യും. പാസ് ചെയ്യുമ്പോൾ മെമ്മറി ഈ അഡ്രസ് ലൊക്കേഷൻ ലൊക്കേറ്റ് ചെയ്തിട്ട് അവിടെയുള്ള ഡാറ്റേനെ മൈക്രോ പ്രോസസ്സറിലേക്ക് പാസ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഈ ഫിസിക്കൽ അഡ്രസ് കാൽക്കുലേഷൻ ചെയ്യുന്നത് മൈക്രോ പ്രോസസ്സറിന് അകത്തുള്ള ഒരു അഡ്രസ് കാൽക്കുലേഷൻ മെക്കാനിസം ഉണ്ട്. അതാണ് എന്ത് ചെയ്യുക? ഫിസിക്കൽ അഡ്രസ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി അഡ്രസ് കാൽക്കുലേഷൻ്റെ വേറൊരു എക്സാമ്പിളും കൂടി നോക്കാം. അപ്പോൾ ഇതിൽ തന്നിട്ടുള്ളത് സെഗ്മെൻറ്റ്
നമ്പർ അല്ലെങ്കിൽ സെഗ്മെൻറ്റ് അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ 6020 ആണ്. ഓഫ്സെറ്റ് അഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4267 ആണ് ഓഫ്സെറ്റ് അഡ്രസ്സ് തന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ അല്ല ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്താൽ 10 എന്ന് പറയുന്ന ഹെക്സാഡെസിമൽ നമ്പറും ഉണ്ട്. ഈ സെഗ്മെൻറ്റ് അഡ്രസ്സ് അല്ലെങ്കിൽ ബേസ് അഡ്രസ്സിനെ മൾട്ടിപ്ലൈ ചെയ്യാണ് ആദ്യം ചെയ്തത്. അപ്പം രണ്ടും ഒരേ ഓപ്പറേഷനാണ്. നമ്മൾ 4 ടൈംസ് ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നതും ഇതിനെ 10 എന്ന് പറഞ്ഞ ഹെക്സാഡെസിമൽ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതും സെയിം ഓപ്പറേഷൻ. രണ്ടിൽ ഏതെങ്കിലും ചെയ്താൽ മതി. കാരണം ഇവിടെ നമുക്ക് കാണാം, ഇത് 4 ടൈംസ് ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്താലും അറ്റത്ത് LSBൻ്റെ അവിടെ 4 സീറോസ് ആഡ് ചെയ്ത് വരിക ചെയ്യുന്നത്. അതേസമയം ഹെക്സാഡെസിമൽ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും സെയിം റിസൾട്ടാണ് വരുന്നത്. അപ്പോൾ 6020 എന്ന് പറയുന്ന 16 ബിറ്റ് വാല്യൂ എന്താക്കി മാറും? 60200H എന്ന് പറയുന്ന 20 ബിറ്റ് വാല്യൂ ആയി മാറുക ചെയ്യുന്നത്. അതിൻ്റെ കൂടെ ഓഫ്സെറ്റ് അഡ്രസ്സും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 20 ബിറ്റ് അഡ്രസ്സ് കിട്ടും. അപ്പോൾ ഒന്നുകിൽ സെഗ്മെൻറ്റ് രജിസ്റ്ററിനെ 20 ബിറ്റ് ആക്കാൻ വേണ്ടിയിട്ട് 4 ടൈംസ് ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഹെക്സാഡെസിമൽ നമ്പർ ആയിട്ടുള്ള 10 ഹെക്സാഡെസിമൽ മൾട്ടിപ്ലിക്കേഷൻ ആണ്. 10 എന്ന് പറഞ്ഞ ഹെക്സാഡെസിമൽ നമ്പർ കൊണ്ട് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. രണ്ടിൽ ഏത് ചെയ്ത് കഴിഞ്ഞാലും ഈ 16 ബിറ്റ് സെഗ്മെൻറ്റ് അഡ്രസ്സ് ഒരു 20 ബിറ്റ് സെഗ്മെൻറ്റ് അഡ്രസ്സ് ആയി മാറും. അപ്പം അതിൻ്റെ കൂടെ നമ്മുടെ ഓഫ്സെറ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് 20 ബിറ്റ് ഫിസിക്കൽ അഡ്രസ്സ് കിട്ടും. ഇത്രയാണ് മെമ്മറി സെഗ്മെൻറ്റേഷനെ കുറിച്ച് പറയാനുള്ളത്. ബാക്കി അടുത്ത വീഡിയോസിൽ പറയുന്നതാണ്. താങ്ക് യു.